ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്, ഒരു 5:45 ആയപ്പോഴത്തേക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലേക്ക് വഴി ആ ഒരു സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. ഉദയസൂര്യനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം ആരംഭിച്ചിരിക്കുന്നത്. കുറച്ച് നേരം ഞാനിങ്ങനെ പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് കണ്ടത്. കുറച്ചധികം തന്നെ ബേർഡ്സൊക്കെ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു രാവിലത്തെ ആ ഒരു കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ നേരം പുലർന്നു വരുന്ന ഒരു പ്രത്യേക ഒരു സൗന്ദര്യമല്ലേ പ്രകൃതിക്ക് തന്നെ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെന്നൈയിലായിരുന്നിട്ട് പോലും ഞാൻ ഇതിനൊക്കെ കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട്. രാവിലെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഞാനിങ്ങനെ പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് കയറുള്ളൂ. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആമിക്ക് ഇന്ന് ഉച്ചവരെയാണ് ക്ലാസ് ഉള്ളത്. ഇന്നവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്, മിഡ് ടൈം എക്സാമാണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ദോശയും മീൽ മേക്കറിൻ്റെ കറിയുമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ആമി എന്നോടൊപ്പം തന്നെ എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ. അവളൊരു 6:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അങ്ങനെ അവൾ പോയിട്ട് പല്ലൊക്കെ തേച്ച് ഫ്രഷപ്പായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് 7:15 ആയപ്പോഴത്തേക്കാണ് അവൾ റെഡിയായി. അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തത് 8:30 കേട്ടോ അവൾക്ക് സ്കൂളിൽ പോവേണ്ടത്. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടു. പിന്നെ ഈ ഒരു സമയത്ത് ആമിയെ രാവിലെ ഞാൻ മാക്സിമം വിളക്ക് വയ്ക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ പ്രാർത്ഥിപ്പിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടാറുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് അവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കൂടി ആയതുകൊണ്ട് രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സാധാരണ ഞാനങ്ങനെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമേ രാവിലെ വിളക്ക് വയ്ക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആയതുകൊണ്ടാണ് തിങ്കളാഴ്ചയായിട്ട് പോലും വിളക്ക് വെച്ചത്. അങ്ങനെ കുറച്ച് നേരം അവളെ പ്രാർത്ഥിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടാണ് ഞാൻ അവൾക്ക് തലയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കുന്നത്. ഇവർക്ക് 2 സൈഡിലാണ് തല കെട്ടേണ്ടത്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഞാൻ മുടി വെട്ടിച്ചു കൊടുത്തത്. പക്ഷേ എന്നാലും മുടി അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കെട്ടി വെക്കാനുള്ള മുടി ആയിട്ടുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് റിബൺ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് അവരുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ അവളെ കൊണ്ട് തന്നെ ഞാൻ ഷൂവും സോക്സും ഒക്കെ ഇടിയിപ്പിക്കും കേട്ടോ. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും കൂടി അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ അവൾ എഴുന്നേൽക്കുന്ന ദിവസമാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചിലപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഹസ്ബൻഡൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പോകുന്നതിന് മുന്നേ ഒരു തവണ കൂടി ഇതുപോലെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടാണ് അവളെ സ്കൂളിലേക്ക് വിടുന്നത്. അങ്ങനെ ഹസ്ബൻഡ് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ വന്നിട്ട് എൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വന്നിട്ട് നമ്മുടെ ബാൽക്കണിയിലുള്ള ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ബാൽക്കണിയിൽ 10 മണി ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത്യാവശ്യം ഒന്ന് കിളിർത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ 3 തവണയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇതുപോലെ രാത്രിയും ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. രാത്രിയൊക്കെ ചെടികൾ ഉറങ്ങുന്ന സമയമാണെന്ന് പറയും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ചൂടിൽ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെന്നൈയിൽ. അടുത്ത മാസം തൊട്ട് ഇനി പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. ചെന്നൈയിലുള്ളവർക്കാണെങ്കിൽ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ചെന്നൈയിലുള്ള കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ അങ്ങോട്ടൊക്കെ വെയിൽ സ്റ്റാർട്ട് ചെയ്തോ, ചൂട് തുടങ്ങിയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ടെറസിൻ്റെ മേലെയും പോയി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് ഈ ഒരു അടുക്കലും പെറുക്കലും ഒക്കെ ഡെയിലി ഉള്ളതാണ് കേട്ടോ. ആമിയെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി ഇടും. പ്രത്യേകിച്ച് ഈ ഹാളിലാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേക്കും. പിന്നെ അവൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതിൻ്റെ വേസ്റ്റൊക്കെ ചിലപ്പോൾ കാണും, അതൊക്കെ കൊണ്ടുപോയി മാറ്റും. പിന്നെ പാത്രങ്ങളൊക്കെ കാണും, ചായ കുടിച്ച കപ്പും കാര്യങ്ങളും. പിന്നെ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരി ഇട്ടേക്കും. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനിത് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പിന്നെ പറയാതിരിക്കുന്നതാണ് ഭേദം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാണ് ആകപ്പാടെ. ഇനി വേണം എനിക്ക് ലഞ്ച് തയ്യാറാക്കാനായിട്ട്. ചോറ് വെക്കണം, പിന്നെ ഒരു കറിയും കൂടി വെക്കണം. തലേദിവസം മോര് കറി ഇരിപ്പുണ്ടായിരുന്നു,
അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ആമി കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. ആ സമയത്ത് ഞാൻ വന്നിട്ട് ചൂടോടെ തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ ഞാനിന്ന് സോയാബീൻസിൻ്റെ കറിയാണ് വെച്ചതെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. നമുക്ക് ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വരും കേട്ടോ, ഒരാഴ്ചയോളമൊക്കെ വരും. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 1-2 ദോശയൊക്കെ വെച്ചിട്ട് മതിയാവും. ഹസ്ബൻഡ് ആണെങ്കിലൊക്കെ ഒരു ദോശയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ആമിക്കും ഒരെണ്ണം മതി. ഇവിടെ ഞാനാണ് കുറച്ചെങ്കിലും കൂടുതൽ കഴിക്കുന്നത്, 2 ദോശയൊക്കെ ഞാനാണ് കഴിക്കുന്നത്. പിന്നെ നൈറ്റും ഞങ്ങൾ ഈ ഒരു ദോശമാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് കിച്ചണിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലീനിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആമിയെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി കിച്ചണിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കും. എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഈ അടുത്തിടെയായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചില സമയത്ത് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കും ചില സമയത്ത് മനസ്സിങ്ങനെ കൈവിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ എത്രയൊക്കെ മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ എത്രയൊക്കെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥ വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ അടുത്തിടെയായിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ നമ്മുടെ ലൈഫുണ്ടല്ലോ, നമ്മൾ ഓവർ സീരിയസ്നെസ്സോടുകൂടി കാണാൻ തുടങ്ങുമ്പോഴേക്കും ചിലർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം വരും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക കേട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ചില സമയത്ത് നമ്മൾ തന്നെ ചില മെഷീൻസൊക്കെ നമ്മൾ ഓവറായിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിട്ട് കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും എന്നാണ് പറയുന്നത്. നമ്മളതിനെ ഓവറായിട്ട് ഭയങ്കരമായിട്ട് കുറേ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലൈഫ് ഭയങ്കരമായിട്ട് നമ്മുടെ ചിന്തകളിലൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് നമ്മളെന്നല്ല ആരായാലും, ഇനി എത്ര വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാലും എന്തെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നിൽക്കുക. അല്ലാതെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഓവർ തിങ്കിങ് പ്രത്യേകിച്ച് ഉള്ളവർക്ക് അത് കൂടുതൽ ചിന്തിച്ച് അല്ലെങ്കിൽ കൂടുതൽ പെർഫെക്ഷനോടെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മാനസികമായിട്ട് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളാണ്. എന്തിനാണ് ഏറെ പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭയങ്കര പ്രഷറും ടെൻഷനും ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതല്ലേ. അപ്പോൾ എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും ടെൻഷനും പ്രഷറും അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിപ്പോൾ സിറ്റിയിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യരുടെ മനസ്സ് ഒരു വല്ലാത്തൊരു രീതിയിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തന്നെ സ്വയം ഒന്ന് റിലാക്സ് ചെയ്യുക, നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. പിന്നെ നമ്മളെ കൊണ്ട് എന്നും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുക കേട്ടോ. നമുക്ക് എപ്പോഴാണോ സൗകര്യം തോന്നുന്നത് ആ സമയത്ത് ചെയ്യാനായിട്ട് വെച്ചേക്കാം എന്ന് കരുതി എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാനും പറ്റില്ലല്ലേ. ഞാൻ പറഞ്ഞത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മാറ്റി വയ്ക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ, നിങ്ങളുടെ പാർട്ട്ണറോടോ ഒക്കെ. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ആരും കേൾക്കാനില്ല, പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും അങ്ങനെ ഇല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിംഗ് നേടുക കേട്ടോ. നല്ലൊരു സ്ഥലത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങൾ നല്ലൊരു ഉപദേശം തേടുക. നിങ്ങളെ കൊണ്ട് അങ്ങനെ മറികടക്കാൻ പറ്റാത്ത അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൗൺസിലിംഗ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. പണ്ടൊക്കെയാണ് നമ്മളങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഇത് തോന്നാറുണ്ടല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് അത് എത്രത്തോളം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും മനസ്സിലായി എന്ന് വരത്തില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളായിരിക്കും. അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നേരിടാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ
ഭൂമിയിൽ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം എൻ്റെ 1-2 സുഹൃത്തുക്കൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലും ഇതൊന്ന് പറയാമെന്ന് കരുതിയത് കേട്ടോ. ഈ പറയുന്ന എനിക്ക് പോലും ചില സമയത്ത് മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പോയിട്ട് എൻ്റെ എപ്പോഴും ചെയ്യുന്ന പോലെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ എന്നെക്കൊണ്ട് പറ്റാതെ വരാറുണ്ട് ചില സമയം. ആ സമയത്തൊക്കെ ഞാൻ പോയിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കും. പിന്നെ മാക്സിമം മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല. സെൽഫ് കെയർ, എൻ്റേതായ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, വായനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ, നമുക്കൊക്കെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യമായിട്ട് നേരിടാനുള്ളൊരു മനഃശക്തിയോ മനക്കരുത്തൊക്കെ കാണും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ലോല ഹൃദയമുള്ള ആൾക്കാരായിരിക്കും, പെട്ടെന്ന് എന്നെ പതറിപ്പോകുന്നവർ കാണും. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണല്ലേ. ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്കൊരു തകർച്ച വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കരുത്. നമ്മൾ അതിൽ നിന്ന് കയറി വരിക കേട്ടോ. 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നേരിടാനൊരു സമയം എടുത്തെന്ന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ പറന്ന് മുന്നോട്ട് കുതിക്കുക. കാരണം ഒരു പ്രശ്നവും നിരന്തരം അല്ല കേട്ടോ. ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, തോൽവികൾ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാതെ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും തകർന്നടിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും വരത്തില്ല നിങ്ങളെ നേരെയാക്കാനായിട്ട്. 1-2 ദിവസം കൂടെയുള്ളവരൊക്കെ നിങ്ങളെ പാമ്പർ ചെയ്യുമായിരിക്കാം, എല്ലാം ചെയ്യുമായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ, നിങ്ങളുടേതാണ് ജീവിതം. നിങ്ങൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈശ്വരനായിട്ട് തന്നിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ അത് നമ്മൾ ഇല്ലാണ്ടാക്കി കളയാതെ നമ്മുടേതായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ആരും നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മളോട് അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ ഒന്നും ഉള്ളവരല്ല നമുക്ക് ചുറ്റുമുള്ളവർ. നമുക്കങ്ങനെ തോന്നുന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ പലരോടും പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ടെങ്കിലും നമുക്ക് മാത്രമാണ് നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്നതല്ലേ. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതുപോലെ എൻ്റെ പാർട്ട്ണറോട് പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് ആരോടും പറയാത്ത കുറച്ച് രഹസ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്നെക്കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്കും മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ വരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ കിട്ടുന്ന പ്രശ്ന പരിഹാരങ്ങളേ ഉള്ളൂ കേട്ടോ. അത് 100% ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ ഇതുവരെയും ശ്രമിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ച് നോക്കുക. അങ്ങനെ ആരെങ്കിലും ഒരു മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സമയവും കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കുക കേട്ടോ. ഇന്നുള്ള ഒരു വിഷമമോ സങ്കടമോ ഒന്നും ആയിരിക്കില്ല നാളെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്നത്തെ സങ്കടങ്ങൾ ഓർത്ത് പിന്നീട് നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരിടയായിരിക്കും ഉണ്ടാകുന്നത്. എന്നാലും ഞാൻ എന്നാൽ ചെറിയ കാര്യത്തിന് ദുഃഖിച്ചിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയവും കടന്നു പോകുമെന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഒരുപാട് വീട്ടമ്മമാർക്കാണ് ഇങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ അറിവിൽ എനിക്ക് അറിയാവുന്നുള്ളത് കേട്ടോ. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മാത്രമാണ് പ്രശ്നമെന്ന്, പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈ ഒരു ലൈഫിന് നന്ദി പറയുക. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ഈശ്വരനോടും ഈ യൂണിവേഴ്സിനോടും. നമുക്ക് അത്രത്തോളം നമുക്ക് മനസ്സ് വേദനിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ലോകത്ത് പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ആത്മധൈര്യമാണ്. അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇതിനിടയിൽ തന്നെ ഞാൻ ഒരുപാട് പണികൾ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് വാഴപ്പൂവ് തോരനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ നിന്ന് വാഴപ്പൂവ് മേടിക്കാനായിട്ട് കിട്ടും. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്.
നിങ്ങൾ അങ്ങോട്ടൊക്കെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പം ഞാൻ തോരൻ വെച്ച സമയത്ത് ഇതുപോലെ വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് തടവിയിട്ടാണ് അരിഞ്ഞെടുത്തത്. എന്നിട്ടാണ് കേട്ടോ തോരൻ വെച്ചത്. പിന്നെ തോരൻ വയ്ക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി പൊട്ടിച്ച് ഇടാറുണ്ട്, താളിച്ചെടുക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ആമി സ്കൂൾ വിട്ട് വരും. സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പോയിട്ട് ഇതുപോലെ തുണികൾ വിരിക്കാനായിട്ട് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി ഞാൻ ടെറസിൻ്റെ മേലെ കൊണ്ടുവന്ന് വിരിക്കാനായിട്ട് പോകുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം മേലെ നിന്ന് കയറാനേ പറ്റുന്നില്ല. ഞാനിപ്പോൾ ടെറസിൻ്റെ മേലെ കയറുമ്പോഴൊക്കെ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പച്ചപ്പായിട്ട് നിൽക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനേ പറ്റുന്നില്ല. അത്രയ്ക്കും ടയേർഡായി പോകുന്ന അത്ര വെയിലാണ്. ദേ ഈ കിടക്കുന്ന മണ്ണ് കണ്ടോ, ഇത് നമ്മൾ ചെടികൾ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത സമയത്ത് അതിനകത്തുനിന്ന് എടുത്തു വെച്ചിട്ടുള്ള മണ്ണാണ്. അപ്പോൾ എനിക്കിനിയിപ്പോൾ നല്ലൊരു ഉറം ഉള്ള മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ആക്കിയിട്ട് വേണം വെജിറ്റബിൾസ് വയ്ക്കാനായിട്ട്. കുറച്ച് മണ്ണ് ഞാനെടുത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഈ പൂക്കൾ ഇത്രയും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ 3-4 തവണ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴത്തേയും പോലെ എനിക്കിപ്പോൾ ഒരുപാട് നേരം ടെറസിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ താഴേക്ക് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് പോയിട്ട് ആമിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആമി വന്നതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് കരുതി. വാഴപ്പൂവ് തോരൻ വെച്ചതിൻ്റെ കാരണം തന്നെ കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ കുറച്ച് പച്ചപ്പയറൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നേനെ വാഴപ്പൂവിനകത്ത്. അപ്പോൾ ആമി അത് കഴിക്കാറില്ല. പച്ചപ്പയർ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആമിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ പയർ ചേർക്കാത്തതാണ് കേട്ടോ. വാഴപ്പൂവ് മാത്രമാണെങ്കിൽ അവൾ കഴിച്ചോളും. പിന്നെ ഒരു മുട്ടയും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സഹായിക്കാനാണ് ഒരാൾ ഇതേ കിച്ചണിൽ വന്നേക്കുന്നത്. മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എനിക്ക് തരും. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് വറുത്തെടുത്തു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. തലേ ദിവസത്തെ മോര് കറിയും പിന്നെ നമ്മൾ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വാഴപ്പൂവ് തോരനും മുട്ട വറുത്തതും അച്ചാറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.